വയനാടിന്റെ ഒട്ടുമിക്ക മേഖലകളിലും ഇതിന്റെ പ്രകമ്പനം ഉണ്ടായി എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട വില്ലേജുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ ഈ നെൽമേനി വില്ലേജിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, കാരണം അവിടെ 10-24 വാർഡുകളുണ്ട്. ഈ പറയുന്നത് നമ്മൾ ഈ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ കാണാം. ഈ നെന്മേനി ഭാഗത്തെ ഒട്ടുമിക്ക വില്ലേജുകളിലും ഇതിന്റെ പ്രകമ്പനം ഉണ്ടായി. തൊട്ടടുത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ അമ്പലവയൽ, നേരത്തെ പറഞ്ഞ പോലെ അമ്പലവയൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി മാറുകയാണ്. അമ്പലവയൽ വില്ലേജിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിൽ ഇതിന്റെ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ GLP സ്കൂൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ്. ആ സ്കൂളാണ് ഇപ്പോൾ അവിടെ സ്കൂളിലെ കുട്ടികളെയാണ് ഇപ്പോൾ പഠനം അവസാനിപ്പിച്ചുകൊണ്ട് സ്കൂൾ അടച്ച ഒരു സംഭവം ഉണ്ടായത്. പിന്നീട് വരുമ്പോഴാണ് ഈ എടയ്ക്കൽ ഗുഹയുമായി ബന്ധപ്പെട്ട ഈ വളരെ പ്രധാനപ്പെട്ട ഈ പോയിന്റ്, ഈ എടയ്ക്കൽ ഗുഹയോട് ചേർന്നുള്ള പ്രധാനപ്പെട്ട മലമടക്കുകളിലൊക്കെ തന്നെ ഇതിന്റെ പ്രകമ്പനം ഉണ്ടായെന്ന് അറിയപ്പെടുന്നു. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മേഖലകളിലൊക്കെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യത പട്ടികയിൽ പെടുന്ന പ്രദേശങ്ങളാണ് ഈ പറയുന്ന എടയ്ക്കൽ മേഖല. ഈ അമ്പലവയൽ പ്രദേശങ്ങളാണെങ്കിലും ഒട്ടുമിക്ക പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ സംഭവിക്കുന്ന പ്രദേശങ്ങളാണ് ഈ അമ്പലവയൽ പ്രദേശങ്ങൾ. ഇവിടെ ഒക്കെയും ഒട്ടുമിക്ക സ്ഥലങ്ങൾ നമുക്ക് മാപ്പ് കുറച്ചുകൂടി നമുക്ക് അടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് പ്രദേശങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ അമ്പലവയൽ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെന്മേനി, ഇടയ്ക്കൽ, അങ്ങനെ പിണങ്ങോട് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ പ്രകമ്പനം അനുഭവപ്പെട്ടതായി പറയുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ മാപ്പിൽ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയൊക്കെ തന്നെ മലമടക്കുകൾ ഒരുപാടുണ്ട്. പ്രധാനപ്പെട്ട ഈ വളരെ നിയന്ത്രിത മേഖലകളാണ്. ഒരുപാട് ഈ മലമടക്കുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് അവിടെ ഉരുൾപൊട്ടൽ സാധ്യത ഉള്ള മേഖലകൾ അങ്ങനെ ഗണിച്ചിട്ടുള്ള സ്ഥലങ്ങൾ കൂടിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളിലേറെ ഒട്ടുമിക്ക നമ്മൾ ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അടുപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഏതൊക്കെ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പ്രകമ്പനം അനുഭവപ്പെട്ടത് എന്ന് നമുക്ക് പറഞ്ഞു തന്നത് കൃത്യമായി ആ ഒരു ഭൂപടം വെച്ച്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ ഈ ഒരു ശബ്ദം അനുഭവപ്പെട്ടത്.